ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റൗവിൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ബാക്കി പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി കുറച്ച് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. അപ്പോൾ അത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഉള്ളിയിൽ എല്ലാ മസാലകളും നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ഉള്ളിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കുറച്ച് കറിയേ വേണ്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാം. അതായത് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ, ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പം ഞാൻ 2 വിസിലോളം ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളി നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവി പോകുന്നത് വരെ അതിൽ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാം. അപ്പോൾ ഈ പുഴുങ്ങി വെച്ച മുട്ടൻ്റെ തോട് പോരാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. ചില മുട്ട പൊളിച്ചാൽ പോരേയില്ല. അപ്പോൾ ഇതെന്തായാലും എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാ എല്ലാ മുട്ടയുടെയും തോട് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറി എന്തായോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് പാകത്തെ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ടകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ മുട്ടകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് മസാലകളൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഈ കറിയുടെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.